ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് നേരമായിട്ട് ഇരിക്കുകയാണ്. രാവിലെ അല്ല, ഒരു 10-11 മണിയായി. കുറച്ച് നേരമായിട്ട് എണീറ്റ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ട് തട്ടിയേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇരിപ്പ്. ഞാൻ മൈൻഡ് റിലാക്സിങ് സോങ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടിലായിട്ട് ടേബിളൊരു ഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു. ഫ്ലവർ വേസ് ഇല്ല പ്രോപ്പറായിട്ട്, അപ്പോൾ ഒരു ബോട്ടിൽ മുറിച്ചാണ് നമ്മൾ ഫ്ലവർ വേസ് ആയിട്ട് വെച്ചേക്കുന്നത്. ആ ബോട്ടിൽ മറിഞ്ഞാടി ഇവിടെ മുഴുവൻ വെള്ളം മറിച്ചിട്ട് ഞാൻ ക്ലീനിങ് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ ഫ്ലവറിൻ്റെ വേസാണ് മറിഞ്ഞാടി. ഫ്ലവർ വേസ് അല്ല, ബോട്ടിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിൻ്റെ അകത്ത് പകുതി വെള്ളവും പോയി. ഇപ്പോൾ വെള്ളം നിറച്ചത് ഇത് അതിൻ്റെ ഫ്ലവറിൻ്റെ ഫുഡാണ്, അതുകൂടെ നിറച്ച് വെക്കണം. ഇവിടെ ഒരു റൗണ്ട് തുടയ്ക്കലൊക്കെ ഞാൻ കഴിഞ്ഞതാണ്. സോ ലെറ്റ്സ് വാഷ് അവർ അരി. ഇന്നത്തെ കഞ്ഞിക്കുള്ള വക സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് ട്രഡീഷണൽ അരി കഴുകൽ വേയിൽ അരി കഴുകിയെടുക്കാം. വിൻ്റർ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഓഫ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി കുക്കിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തേക്കുള്ള കുക്കിംഗ് ഞാൻ റെഡിയാക്കി വെക്കും. ബാക്കിയുള്ള സമയത്ത് നെറ്റ്ഫ്ലിക്സും പിന്നെ പുറത്ത് നടക്കാൻ പോക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ കുക്കിംഗ് എപ്പോഴും എല്ലാ ദിവസവും ചെയ്യുന്നത്, എന്നാലും എന്തെങ്കിലുമൊക്കെ പൊട്ടുപൊടിയൊക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ പോലും എല്ലാ ദിവസവും ചെയ്യുന്നതിനോട് അങ്ങനെ വലിയ താല്പര്യം എനിക്കില്ല. ഇങ്ങനെ ഒറ്റയടിക്ക് കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ 2-3 ദിവസത്തേക്ക് ഉപകാരപ്പെടുമല്ലോ. എൻ്റെ അരിയലിൻ്റെ ഭംഗിയൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ, അങ്ങനെയൊക്കെയാണ് ഞാൻ അരിയാറ്. ബട്ട് ഇറ്റ് വിൽ ഡു ദ ജോബ്. ചിലപ്പോൾ കുക്കിങ്ങിന് വരുമ്പോൾ എൻ്റെ സ്പീക്കറൊക്കെ ആയിട്ട് ഒന്ന് പാട്ടൊക്കെ വെച്ച് ചെറിയ എന്തെങ്കിലും മെലഡി സോങ്ങുകളൊക്കെ കേട്ടാണ് കുക്ക് ചെയ്യാറ്. ഇന്നിപ്പോൾ അതിനുള്ള മൂഡല്ലായിരുന്നു. ഇന്ന് കുക്ക് ചെയ്യുമ്പം ഏകാന്തതയിൽ എൻ്റെ ചിന്തകളെ തലോടിക്കൊണ്ട് കുക്ക് ചെയ്യാനുള്ള മൂഡായിരുന്നു. അങ്ങനെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോരുകറിയും പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ച കോളിഫ്ലവർ, പിന്നെ കുറച്ച് ഉണക്കമീൻ അങ്ങോട്ട് വറുത്താലോ എന്ന് വിചാരിക്കും. ഇന്ന് വീട്ടിലാരുമില്ല, അതുകൊണ്ട് വീട് നറ്റിക്കാനുള്ള സാധ്യത കുറവാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തോന്നിയൊരു കാര്യം കേട്ടോ. എന്നെ കണ്ടിട്ട് എനിക്ക് ഹോംലെസ് ആയിട്ട് തോന്നുന്നു. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ലിപ്സ്റ്റിക്കൊന്നും ഇട്ട്, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ലിപ്സ്റ്റിക്കൊന്നും ഇട്ടിരിക്കാറില്ല, ഒന്നും ഞാൻ തേക്കാറില്ല. ചിലപ്പോൾ ഒരു മോയ്സ്ചറൈസർ മാത്രമേ തേക്കാറുള്ളൂ. So this is how we look like normally. So I am comfortable in. So next പരിപാടി is with കോളിഫ്ലവർ കറി ഞാൻ അധികം ഉണ്ടാക്കാറില്ല. ഗോബി മഞ്ചൂരിയനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് നന്നായിട്ട് എണ്ണയിലിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി, വെജിറ്റബിൾസ് ഉള്ളിൽ പോകാനായിട്ട് ഉള്ളൊരു കറി, പിന്നെ കറി എന്ന് പറയാനായിട്ടൊരു കറി, അങ്ങനെ ഒരു കോളിഫ്ലവർ സെറ്റപ്പ് അങ്ങോട്ട് തട്ടിക്കൂട്ടാനാണ് അടുത്ത പ്ലാൻ.
ആക്ച്വലി പുറത്തെന്ന് പറഞ്ഞാൽ നല്ലപോലെ ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട് കേട്ടോ, ഒരിത്തിരി വെട്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജനൽ ഉറക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് നടക്കാൻ പോകാൻ. Try to kill yourself, huh? Heard your name in your suicide note. Said you can't go on because of me. I'm sorry. What a motherfucker. If you transfer afterwards, how does that make me look? കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ചധികം സമയം നെറ്റ്ഫ്ലിക്സിൽ കുറച്ച് സീരീസൊക്കെ കണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെ പകൽ മുഴുവൻ വീടിനകത്ത് വാതിലടച്ചിരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് നടക്കാൻ ഇറങ്ങുക എന്നുള്ള ഉൾവിളി വരിക. വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഒരു 3-4 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. സന്ധ്യയായി തുടങ്ങിയതുകൊണ്ട്, സന്ധ്യയായി തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ കുറച്ചും കൂടെ ഡേയ്സ് അങ്ങ് എക്സ്റ്റെൻഡായി വരുന്നുണ്ട്. ഒരു 6 മണി വരെയൊക്കെ നമുക്ക് അങ്ങോട്ട് വെളിച്ചം കിട്ടുന്ന രീതിക്കോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൺസെറ്റിൻ്റെ ഒരു സമയത്ത് നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയുള്ളൊരു പരിപാടിയല്ലേ, നേച്ചറിൻ്റെ ഒരു കളറൊക്കെ. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും രാത്രി അങ്ങോട്ട് ഇരുട്ടി തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് നടന്നേക്കാമെന്ന് വിചാരിച്ചു. തിരിച്ച് നടന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കറികളൊക്കെ സെറ്റായിട്ട് എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി അങ്ങോട്ട് പാത്രത്തിലേക്ക് വിളമ്പി തിന്നാന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ. ആ 4 കഷ്ണം മാത്രമായിട്ടിരിക്കണം എൻ്റെ ഉണക്കമീനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബീഫ് കറിയും കോളിഫ്ലവറും ചോറൊക്കെ കൂട്ടി ഒരു തട്ടങ്ങോട്ട് തട്ടിയേക്കാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.